ഇന്ന് ധാരാളം ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് കാർഡ്. എന്നാൽ പലവർക്കും ക്രെഡിറ്റ് കാർഡ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല. ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബാങ്ക് വായ്പകൾ പോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡിലൂടെയും ആളുകൾ വായ്പ എടുക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡിലൂടെ വായ്പ എടുത്താൽ അധിക ഫീസുകൾ ഇല്ലാതെ തന്നെ മുഴുവൻ ബാധ്യതയും അടച്ചു തീർക്കാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡിൽ ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ള വായ്പയുടെ പലിശ മുൻഗണന കൊടുത്ത് അടയ്ക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ പല ധനകാര്യ സ്ഥാപനങ്ങളും ചില ഓഫറുകളുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ പലിശ നിരക്കുകളോ 0 പലിശയോ ഉള്ള ഒരു പുതിയ കാർഡിലേക്ക് നിലവിലെ കാർഡ് ബാലൻസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈ ഓപ്ഷനുകൾ ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. കൂടാതെ ഒരു ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഓട്ടോമാറ്റിക് ആയി അടയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിലൂടെ കാർഡിന്റെ സമയബന്ധിതമായ പേയ്മെന്റ് ഉറപ്പാക്കുന്നു. കൂടാതെ പേയ്മെന്റ് വൈകാതെ കൃത്യമായി അടയ്ക്കാനും സാധിക്കും. ഇതിലൂടെ പിഴ ഒഴിവാക്കാനും സാധിക്കുന്നു. ഓരോ മാസവും അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുകയേക്കാൾ കൂടുതൽ തുക അടയ്ക്കുക. അതിനാൽ മുതലും അനുബന്ധ ഫീസുകളും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. എപ്പോഴും ഒരു നിശ്ചിത തുക അടിയന്തര ഫണ്ടുകളായി മാറ്റിവെക്കുക. ഇത് ആവശ്യം വരുമ്പോൾ അനാവശ്യമായി ക്രെഡിറ്റ് കാർഡുകളെ സമീപിക്കുന്നത് തടയാൻ സാധിക്കും. ഒരു വായ്പ എടുക്കുമ്പോൾ പലിശ നിരക്കുകൾ തുടങ്ങിയ നിർബന്ധനകളും വ്യവസ്ഥകളും കൃത്യമായി മനസ്സിലാക്കണം. അതിലൂടെ വായ്പയെ പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് വായ്പ എടുക്കുമ്പോൾ അമിതമായ പലിശ നിരക്കാണ് ഉണ്ടാകാറ്. വായ്പ തുകയേക്കാൾ പലിശ നിരക്കാണ് കൂടുതലായി അടയ്ക്കേണ്ടി വരുന്നത്. ഇത്തരം സാഹചര്യത്തിൽ അവ കൃത്യമായി അടച്ചില്ലെങ്കിൽ പിഴ നൽകേണ്ടി വരും. ഇത് ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. കടബാധ്യത ഉയരുകയാണെങ്കിൽ കാർഡ് സെറ്റിൽമെന്റ് എന്ന ഓപ്ഷനിലൂടെ ബാധ്യത അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റിൽ കാർഡ് ഉടമയും കാർഡ് ഇഷ്യൂവറും മുഴുവൻ തുകയും അടച്ചു തീർക്കുന്നതിന് പകരമായി പെട്ടെന്ന് തന്നെ കുറഞ്ഞ തുക നൽകുവാൻ ആവശ്യപ്പെടും. കാർഡ് ഉടമയ്ക്ക് കടം തിരിച്ചടയ്ക്കാൻ മാർഗമില്ലെങ്കിൽ ഈ രീതി ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഈ രീതി സ്വീകരിച്ചാൽ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്.